ഞങ്ങൾക്ക് ഒരു ഞെട്ടൽ പോലെ തോന്നിയത് 2 ദിവസം മുമ്പ് കാണുമ്പോൾ പോലും അതിനെക്കുറിച്ച് യാതൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം UDFന്റെ കൺവെൻഷനിൽ കാണാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെയാണ് അന്വേഷിച്ചപ്പോൾ ഡൽഹിയിൽ പോയിരിക്കാന്ന് അറിഞ്ഞു. ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നത്. കരുണാകരന്റെ സ്മൃതി മണ്ഡപം എന്ന് വെച്ചാൽ ഇതൊരു നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ പല പരിപാടികളും ഇവിടെ പല നേതാക്കന്മാരും എപ്പോഴും വന്നു പോകുന്ന സ്ഥലമാണ്. നേതാക്കന്മാരും കരുണാകരനോടുള്ള ഭക്തി ഭയങ്കര ബഹുമാനമുള്ള ആൾക്കാരും വന്ന് എപ്പോഴും ഇവിടെ സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്തി പോകുന്നൊരു സ്ഥലമാണ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം വൈകാരികമായിട്ടുള്ളൊരു വലിയൊരു ഇടം തന്നെയാണ്. നമുക്കതിനെക്കുറിച്ച് ഇത് മറ്റൊരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റില്ല. നമ്മളത് നേതൃത്വമായിട്ട് ആലോചിച്ച്, ഞാനിവിടുത്തെ മണ്ഡലം പ്രസിഡന്റാണ്, നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കിട്ടാനായിട്ടുള്ള പത്മശേഷിയുടെ പേരിലാണ് ഇത് കെടുക്കുന്നത്. അവരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, ഇത് നമുക്ക് വിട്ടു തരണം എന്നുള്ളത്. അല്ലെങ്കിൽ മുരളിയേട്ടനായിട്ട് സംസാരിച്ചിട്ട് ഇതെന്നും ഇങ്ങനെ തന്നെ എല്ലാവർക്കും വന്നു പോകാനായിട്ട് ഒന്നൊരു സ്ഥലമാക്കി മാറണം. പുണ്യമായ സ്ഥലമാണ് കരുണാകരൻ്റെ കല്യാണക്കുട്ടിയമ്മയും അന്തിയോർക്കുന്ന സ്ഥലമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം, മൂന്നങ്കാരെ സംബന്ധിച്ചോളം ഇത് നമുക്കൊരിക്കലും അതിനെക്കുറിച്ച് ഇത് വിട്ടുപോകുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. ഈ വാർത്തകളൊക്കെ വന്നപ്പോഴും ഇപ്പോഴും ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ ഈ അന്തിയുറങ്ങുന്ന കരുണാകരൻ, ലീഡർ കരുണാകരന്റെ ആത്മാവ് പോലും പൊറുക്കില്ല അവരുടെ അടുത്ത്. നമുക്കറിയാം, ഈ മണ്ഡലത്തിൽ ഞാൻ മണ്ഡലം പ്രസിഡന്റും ഇപ്പോഴത്തെ കൗൺസിലർ കൂടിയാണ്, കോർപ്പറേഷൻ കൗൺസിലർ കൂടിയാണ്. നമുക്കറിയാം, ഈ മണ്ഡലത്തിന് ഒരു കുഞ്ഞു പോലും അവരുടെ ഒപ്പം ഈ തീരുമാനത്തിനൊപ്പം പോകില്ല. കോൺഗ്രസിൽ അടിയുറച്ച് ശക്തമായ പ്രവർത്തനത്തിന് എല്ലാവരും മുതിർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ രീതിയിൽ തന്നെ ഇവിടുത്തെ പ്രവർത്തനം മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകും. ഈ അവസരങ്ങൾ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം വിജയിക്കാൻ കഴിയാത്ത ഒരാൾക്ക് കൊടുക്കാവുന്നതിന്റെ പരമാവധി ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. അത് നമുക്ക് തന്നെ അറിയാം. പാർലമെന്റിലും 2 വട്ടം നിയമസഭയിലും മത്സരിച്ചിട്ടുള്ളതാണ്. അതും വിജയസാധ്യത ഒരുപാടുള്ള സീറ്റാണ്. ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. ചില സാഹചര്യങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു പോയി. അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല.